ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ജനുവരി 2026 സംഘടിപ്പിച്ച സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കിപ്പോൾ അത് വിലയിരുത്തൽ നടത്താനൊക്കെ സാധിക്കുന്നുണ്ടാവും പരീക്ഷ കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ നിലവാരമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? സീരിയസ്നെസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഈ ഒരു സെഷനിലും ഈ ഒരു സൈക്കിളിലും നമ്മൾ കണ്ടത് അല്ലേ? പിന്നെ അടുത്ത സൈക്കിളിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതായത് നമുക്ക് റിസൾട്ട്സ് വരുന്നിടം വരെ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം നമ്മുടെ റിസൾട്ട് എന്താണെന്ന് ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കൂടുതലും ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അത് വരെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ HSST പരീക്ഷയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പഠനം തുടരുന്നതിലും ഇനി HSST പഠിക്കുന്ന ആൾക്കാർക്കും ഈ സെറ്റിന്റെ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സെറ്റിന്റെ PYQs ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് HSSTക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പലതിലും സെറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിപ്പം നമ്മുടെ 2026 ജനുവരിയിൽ സംഘടിപ്പിച്ച ജനുവരി എക്സാം നമുക്കറിയാം, ഓഫ് കോഴ്സ് ഫെബ്രുവരിയിലായിരുന്നു. 2026 ജാനുവരി എന്ന് പറഞ്ഞാൽ പോലും പരീക്ഷ നടന്നത് ഫെബ്രുവരി മാസമാണ് അല്ലെ? അപ്പൊ ഫെബ്രുവരി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്തായാലും നമുക്കതൊന്ന് ഗോ ത്രൂ ചെയ്യാം. 2 സൈക്കിൾസ് ആണ് സെറ്റിന് എല്ലാ വർഷവും ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് സൈക്കിളാണ് നടന്നിട്ടുള്ളത്. അടുത്തൊരു സൈക്കിളും കൂടെ നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളുക. എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നിസ്സാര മാർക്കുകൾക്കൊക്കെ സെറ്റ് മിസ്സായിട്ടുള്ളവരെ ഉറപ്പായിട്ടും പഠനം കണ്ടിന്യൂ ചെയ്യുക. ഇനി അതുപോലെ തന്നെ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും എന്ത് ചെയ്യുക? കൂടുതലായിട്ടും ചോദ്യങ്ങളെയൊക്കെ റെഫർ ചെയ്യുക അല്ലെ? ഈ ഒരു വട്ടം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സീരിയസ്നെസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് PYQ ഭയങ്കര പ്രാധാന്യമുള്ളതാണ് അല്ലെ? ടോപ്പിക് ഓരോന്നും ടിക്ക് ചെയ്ത് പഠിച്ചിട്ട് പോയവർക്ക് പോലും ചില ഇൻഡെപ്ത് ചോദ്യങ്ങൾ അവിടെ വന്നപ്പം പിടികിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരുപാട് കമന്റ്സും ഒരുപാട് ഫീഡ്ബാക്സും ഒക്കെ കുട്ടികൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ PYQ വീഡിയോ ഒരു സഹായമായിരുന്നു താനും അല്ലെ? PYQ നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആണ്. അത് കുട്ടികൾ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും അങ്ങനെയാണ്, PYQ എന്ന് പറയുന്നത് വലിയൊരു അസറ്റ് തന്നെയാണ്. ഓക്കെ, ഏതൊരു പരീക്ഷയ്ക്ക് മുമ്പും നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ള ഒരു വലിയ വെപ്പണാണ് ആ ഒരു PYQ സീരീസ് എന്ന് പറയുന്നത്. നമുക്കും എന്തായാലും ചോദ്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം നടന്ന പരീക്ഷയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റീകളക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ടാവും. നോക്കിക്കോ, വാൾട്ടർ പേറ്റേഴ്സ് വർക്ക് ദ റെനൈസൻസ് ഈസ് പ്രൈമർലി ഓൺ. വാൾട്ടർ പേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് അല്ലെ? അദ്ദേഹത്തിന്റെ വർക്ക് ആണ് ദ റെനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെനൈസൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു കാലഘട്ടം ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലാണ് റെനൈസൻസിന്റെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, വാൾട്ടർ പേറ്റേഴ്സ് വർക്ക് ദ റെനൈസൻസ് ഈസ് പ്രൈമർലി ഓൺ. എന്തിനെ കുറിച്ചാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ റെംബ്രാൻഡിനെ കുറിച്ചാണോ? അതേപോലെ തന്നെ കോൺസ്റ്റബിൾ, ഒപ്പം തന്നെ നമുക്ക് മൈക്കൽ ആഞ്ചലോ, അതുപോലെ തന്നെ നമ്മുടെ ലിയോനാർഡോ ഡാവിഞ്ചി. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ലിയോനാർഡോ ഡാവിഞ്ചി ആണ് കേട്ടോ. ലിയോനാർഡോ ഡാവിഞ്ചിയെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞ റെനൈസൻസിനകത്തിൽ വരുന്നത്. റെനൈസൻസിൽ എന്തിനെ കുറിച്ചാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോനാർഡോ ഡാവിഞ്ചിയെ കുറിച്ചുള്ള ഒരു ഷെയറിംഗ് ഐഡിയ ആണ് നമ്മുടെ പേറ്റർ കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ശരിയാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടില്ല എങ്കിൽ ഉത്തരവൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക അല്ലെ? അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്കുള്ള ഒരു കരുതലും കൂടെയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അർണോൾഡ്സ് കൾച്ചർ ആൻഡ് അനാർക്കി വാസ് പബ്ലിഷ്ഡ് ഇൻ. മാത്യു അർണോൾഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് അല്ലെ? അർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഈ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1866ഉം 1864ഉം 1865ഉം 1869ഉം ഒക്കെ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു. റൈറ്റ് ആൻസർ ഏതാണ്? 1869 ആണ് അല്ലെ? 1869 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. അർണോൾഡ്സ് കൾച്ചർ ആൻഡ് അനാർക്കി വാസ് പബ്ലിഷ്ഡ് ഇൻ. ആൻസർ വരുന്നത് 1869 ആണ് കേട്ടോ. 1869 എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, മാത്യു അർണോൾഡ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എസ്സേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൾച്ചർ ആൻഡ് അനാർക്കി, അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, പിന്നെ അതുപോലെ തന്നെ ടച്ച് സ്റ്റോൺ മെത്തേഡ് അല്ലെ? ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, പഴയകാല റൈറ്റേഴ്സിന്റെ വർക്ക് ഒക്കെ നമ്മൾ വായിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർക്കിന്റെ റിഫ്ലക്ഷനിലാണ് നമുക്ക് കൂടുതലായിട്ടും പുതിയ വർക്ക്സ് ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഇതിനകത്ത് കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1869 കേട്ടോ. 1869. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈറ്റിൽ പ്രൈറ്ററീറ്റ. ഓക്കെ, പ്രൈറ്ററീറ്റ എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? കാരൽ, റസ്കിൻ, DG റോസെറ്റി, ബർക്ക്.
ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ് ആൻസർ വരുന്നത് റിസ്കിനാണ് കേട്ടോ. റിസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് നമ്മുടെ പ്രേറ്ററിറ്റ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ആൾക്കാരുടെയും ഓട്ടോബയോഗ്രഫീസ് പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഓട്ടോബയോഗ്രഫീസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഭയങ്കര സഹായകമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ദ സബ് ടൈറ്റിൽ ഓഫ് ഷാർലറ്റ് ബ്രോണ്ടേസ് ജെയിൻ എയർ ഈസ്. ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയറിന്റെ സബ് ടൈറ്റിൽ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ദ സബ് ടൈറ്റിൽ ഓഫ് ഷാർലറ്റ് ബ്രോണ്ടേസ് ജെയിൻ എയർ എന്ന് പറയുന്നത് എ പ്യുവർ വിമൻ, ആൻ ഓട്ടോബയോഗ്രഫി, ടെയിൽ ഓഫ് ലവ്, അതുപോലെ തന്നെ ആൻ അപ്പോളജി. 4 ഓപ്ഷൻസ് ഉണ്ട്. എ പ്യുവർ വിമൻ, ആൻ ഓട്ടോബയോഗ്രഫി, എ ടെയിൽ ഓഫ് ലവ്, അതുപോലെ തന്നെ ആൻഡ് അപ്പോളജി. 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് സബ് ടൈറ്റിൽ ഓഫ് ജെയിൻ എന്താണ് നമ്മുടെ ഷാർലറ്റ് ബ്രോണ്ടേസ് ജെയിൻ എയർ എന്ന് പറയുന്നത് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ളതാണ് കേട്ടോ. ആൻ ഓട്ടോബയോഗ്രഫി എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പം ഏത് ലിറ്ററേച്ചർ പരീക്ഷയ്ക്കായാലും നമുക്ക് പഠിച്ചു വെച്ച മാർക്ക് ഉറപ്പുള്ള ഒരു ഏരിയ ആണ് ബ്രോണ്ടേസ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവർ 3 സിസ്റ്റേഴ്സ്, ടോട്ടൽ ഇവർ 4 ഉണ്ടെങ്കിലും 3 സിസ്റ്റേഴ്സ് റൈറ്റിംഗ്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നിന്നവരാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രോണ്ടേസ് സിസ്റ്റേഴ്സിൽ നിന്ന് ബ്രോണ്ടേസ് പൊതുവെ സജസ്റ്റ് ചെയ്യാറുണ്ട് പരീക്ഷകൾക്കൊക്കെ. സിലബസിൽ സജഷനിൽ വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയ്ക്കൊന്നും ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സജഷൻ ലിസ്റ്റ് ഇല്ല. യൂണിറ്റിന്റെ പേര് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്തും ചോദിക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവെ നമ്മൾ നെറ്റിന് കാണാറുള്ളത് അല്ലെ. അപ്പോഴും നമ്മൾ കുട്ടികളോട് ഇപ്പോൾ ഫോക്കസ് ഏരിയ പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അന്നേരം ഉറപ്പായിട്ടും പറയുന്ന ഫോക്കസ് ഏരിയയിൽ നമുക്ക് വരും ഈ ബ്രോണ്ടേസ് സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ബ്രോണ്ടേസ് സിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം, അവോയ്ഡ് ചെയ്തിട്ട് പോകരുത്. അടുത്തത്, The White Man's Burden is a poem by. Okay, White Man's Burden എന്ന് പറയുന്നത് ആരുടെ കവിതയാണ്? ചിന്നു അച്ചിബി ആണ് കേട്ടോ. അതുപോലെ തന്നെ വോൾട്ടർ സ്കോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ജോസഫ് കോൺറാഡ്, റെഡിയാർഡ് കിപ്ലിംഗ്. ഇതിനകത്തില് വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്നത് ശരിക്കും റെഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇഫ് എന്ന് പറയുന്ന കവിതയൊക്കെ തന്നെ നമ്മുടെ കിപ്ലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിന്നു അച്ചീബി ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ്സിലൊക്കെ ചിന്നു അച്ചീബിയുടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് അച്ചീബിയുടെ പ്ലേസ് എന്ന് പറയുന്നത്. സ്കോട്ടിൻ്റെതായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. വേവർലി നോവലുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജോസഫ് കോൺറാഡ് വോയേജ് റിലേറ്റഡ് നോവലുകളാണ് ചെയ്തിട്ടുള്ളത്. വോയേജ് റിലേറ്റഡ് ആയിട്ടുള്ള നോവലുകളാണ് ചെയ്തിട്ടുള്ളത്. കിപ്ലിങ്ങിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ വൈറ്റ് മാൻസ് ബേർഡൻ പോലെ തന്നെ കിപ്ലിംഗ് ചെയ്തിട്ടുള്ള വർക്ക് ഒരു കവിതയാണ് ഈഫ് എന്ന് പറയുന്നത്. ഈഫ്, ഓക്കെ, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പോമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു 5 ചോദ്യം കണ്ടു അല്ലെ. എന്താണ് ഈ 5 ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്? പരീക്ഷയുടെ നിലവാരം. ആദ്യത്തെ ചോദ്യങ്ങളിലൊന്നും നമുക്കൊരു വലിയ പാനിക്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല അല്ലെ. ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സിലബസിൽ ഉണ്ട് താനും ഇവരെ കുറിച്ചൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സിമ്പിൾ ആയിരുന്നു. അതായത് റെനൈസൻസിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഡാവിഞ്ചിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് അനാർക്കിയുടെ തീം ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. കാരണം നേരത്തെ ഒരു പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്തിൽ നിന്ന് നമ്മുടെ കൾച്ചർ ആൻഡ് അനാർക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേ ഇവിടെ നോക്കിക്കേ, നമുക്ക് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൾച്ചർ ആൻഡ് അനാർക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷമാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 1869 എന്നുള്ള ഉത്തരവും നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1869 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈറ്റിൽഡ് പ്രേറ്ററിറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്കിന്റെ ആണ് കേട്ടോ. പിന്നെ ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ അതൊരു ഓട്ടോബയോഗ്രഫി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് മാൻസ് ബേർഡൻ ഒരു പോമാണ്, കിപ്ലിങ്ങിന്റെ പോമാണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ആണ്, നമുക്ക് തെറ്റിപ്പോകത്തൊന്നുമില്ല, കൃത്യമായിട്ട് അങ്ങ് നോക്കിയാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഓഫ് ഓസ്കാർ വൈൽഡ് ഈസ് ഗോത്തിക് മെലോഡ്രാമ? ഓക്കെ, ഗോത്തിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭാർഗവി നിലയം മൂവിയൊക്കെ നിങ്ങളൊന്ന് ഓർത്താൽ മതി അല്ലെ. അതായത് പൊതുവേ ഗോത്തിക് കഥകളിൽ പണ്ടേ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും ഈ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള ആരൊക്കെയോ നേരത്തെ താമസിച്ച് ഇപ്പൊ താമസമില്ലാത്ത ഒരു കെട്ടിടം, ഒരു മാൻഷൻ ഇല്ല, ഒരുപാട് അറകൾ എന്ന് പറഞ്ഞാൽ മുറികളൊക്കെ ഉള്ള ഒരു വലിയ വീടായിരിക്കും. അവിടേക്ക് ഒരു ഭയങ്കര ആസറ്റൊക്കെ ഉള്ള അല്ലെ, ഒരുപാട് ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ട് വരുന്നു, അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പിന്നീട് ഒരു വെൽത്തി ആയിട്ടുള്ള രാജകുമാരൻ എന്നൊക്കെയുള്ള ഒരു പരിവേഷത്തിൽ ഒരാൾ വന്നിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നു. ഇതൊക്കെയാണ് പൊതുവെ ഗോത്തിക് കഥകളിൽ നമ്മൾ കാണുന്നത് അല്ലെ. പക്ഷെ നമ്മുടെ റൈറ്റേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ ഒന്ന് മാറ്റിപ്പിടിച്ചു. ഗോത്തിക് മെലോ ഡ്രാമ എന്ന് പറയുന്ന ഒരു ഏരിയ കൊണ്ടുവരാനായിട്ട് അവര് ശ്രമിച്ചു. ഓക്കെ, ഗോത്തിക് മെലോ ഡ്രാമ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഓഫ് ഓസ്കാർ വൈൽഡ് ഈസ് എ ഗോത്തിക് മെലോ ഡ്രാമ? ഡച്ചസ് ഓഫ് പാഡുവ, ലോർഡ് ആർതർ സാവിൽസ് ക്രൈം, അതുപോലെ തന്നെ ആൻ ഐഡിയൽ ഹസ്ബൻഡ്, ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ അല്ലെ.
എ ഡച്ചസ് ഓഫ് പാഡുവ, അതുപോലെ തന്നെ നമ്മുടെ ലോർഡ് ആർതർ സാവിൽസ് ക്രൈം, ഒപ്പം തന്നെ ആൻ ഐഡിയൽ ഹസ്ബൻഡ്, ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. അല്ലെ, 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്തിൽ ഏതാണ് ഓസ്കാർ വൈൽഡിന്റെ ഗോത്തിക് മെലോ ഡ്രാമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ ആണ്. ഓക്കെ, ഗോത്തിക് എലമെന്റ്സ് നല്ല പോലെ കാണാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു വർക്കിന്റെ പ്രത്യേകതയാണ്. പൊതുവെ ഗോത്തിക് ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് തന്നെയാണ് ഈ പറയുന്ന ആ ഒരു എന്താണ് പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്നത്. ഇതിന് പിന്നിലുള്ളത് നമ്മുടെ വൈൽഡ് ആണ്, ഓസ്കാർ വൈൽഡ് ആണ്. ഓസ്കാർ വൈൽഡിന്റെ ഒരു ജീനിയസും നമുക്കറിയാം അല്ലെ, എപ്പോഴും നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തി നമ്മളെപ്പോഴും സർപ്രൈസ്ഡ് ആക്കാറുള്ള ഒരു റൈറ്റർ തന്നെയായിരുന്നു ഓസ്കാർ വൈൽഡ്. ഓക്കെ, അപ്പം 6 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. നമുക്കറിയാം നിങ്ങളിപ്പോൾ സ്കോറൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ, അതായത് പ്രൊവിഷണൽ കീ ഒക്കെ വന്നതിന്റെ വെളിച്ചത്തിൽ സ്കോറൊക്കെ ഒരുമാതിരി ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇതങ്ങ് നോക്കുക കേട്ടോ. ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഏരിയാസും നോക്കി പോവുക എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ തന്നെ നോക്കണേ. ഒരു ഏരിയയിൽ നിന്നൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഏതൊക്കെ രീതിയിൽ ആ ചോദ്യം മാറ്റി ചോദിച്ചാലും നമുക്ക് തെറ്റിപ്പോകാനായിട്ട് പാടില്ല. ഇഫ് ഐ ഷുഡ് ഡൈ തിങ്ക് ഓൺലി this of me, that there's some corner of a foreign field that is forever England. Which of the following poems begins with these lines? കവിത അവസാനിച്ചിട്ടില്ല, കവിത തുടങ്ങുന്ന വരികളാണ് ഈ കിടക്കുന്നത്. Okay, if I should die, think only this of me, that there's some corner of a foreign field that's forever England. അല്ലേ, അതായത് ഹോംലാൻഡിനോടൊക്കെയുള്ള ഒരു ലവ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കവിതയാണ്. അതുപോലെ തന്നെ വാർ പോയിറ്റ്സിന്റെ കവിത ആയതുകൊണ്ട് തന്നെ യു ക്യാൻ സീ ദാറ്റ് ദിസ് പോം ഈസ് വണ്ടർഫുള്ളി പെൻഡ്. ഓക്കെ, പൊതുവെ ഈ വാർ പോയിറ്റ്സിനാണ് അവരുടെ മനുഷ്യ ജീവന്റെ വില കൂടുതലായിട്ടും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അവർ പല പല ആൾക്കാരുടെ ലൈഫ് ഇങ്ങനെ കണ്ടതാണ് അല്ലെ, ആ ഒരു ക്രൈസിസിലൂടെ ഒക്കെ എന്താണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത്, ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവത്തോടു കൂടി തന്നെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഇഫ് ഐ ഷുഡ് ഡൈ തിങ്ക് ഓൺലി ദിസ് ഓഫ് മീ, ദാറ്റ് ദർ ഇസ് സം കോർണർ ഓഫ് എ ഫോറിൻ ഫീൽഡ് ദാറ്റ് ഇസ് ഫോർ എവർ ഇംഗ്ലണ്ട്. വിച്ച് ഓഫ് ദി ഫ്ലോവിംഗ് പോംസ് ബിഗിൻസ് വിത്ത് ദീസ് ലൈൻസ്? സ്ട്രേഞ്ച് മീറ്റിംഗ്, ദ സോൾജിയർ, ദ ഹീറോ, അതുപോലെ തന്നെ ദ ഡെഡ്. ഓക്കെ, സ്ട്രേഞ്ച് മീറ്റിംഗ്, ദ സോൾജിയർ, ദ ഹീറോ, ദ ഡെഡ്. ഈ സ്ട്രേഞ്ച് മീറ്റിംഗ് ഒക്കെ ആയാലും ഭയങ്കര അർത്ഥവത്തായ കവിതയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന വരികൾ വരുന്നത് ദ സോൾജിയർ എന്ന് പറയുന്ന കവിതയിലാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാർ പോം ആണ്. ഈ വാർ പോംസിന്റെ പ്രത്യേകത, ഇവരാരും വാറിനെ സപ്പോർട്ട് ചെയ്യല്ല, വാർ ഇസ് ഗുഡ് എന്ന് ഇവരൊന്നും പറയുന്നില്ല. ദി ഓൾ ടോക്ക് അബൌട്ട് ദ ടെറിബിൾ സൈഡ് ഓഫ് വാർ. ഓക്കെ, വാർ കാരണം ഉണ്ടാകുന്ന വാറിന്റെ ടെറിബിൾ സൈഡിനെ കുറിച്ച് തന്നെയാണ് ഇവരെ കൺവേ ചെയ്യുന്നത്. എന്തൊക്കെ ക്രൈസിസ് ആണ് അവിടെ ഉണ്ടാകുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നൊക്കെ കൃത്യമായി ഗൗരവത്തോടു കൂടി തന്നെ പറയാനായിട്ട്, അല്ലെങ്കിൽ ആധികാരികമായി പറയാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു വർക്ക്സിന്റെ ഒക്കെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 7 ചോദ്യങ്ങളായിട്ടുണ്ട്. ഇത്രയും കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കരുത്. നമ്മൾ വാർ പോംസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ സിലബസിൽ തന്നിട്ടുള്ള എല്ലാ വാർ പോംസിലൂടെയും ഗോ ത്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സിലബസ് അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർ പോയിറ്റ്സിനെ എല്ലാം അവിടെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. അടുത്തത്, ഹു among the following poets is not a member of the pylon poets? ഓക്കെ, നമുക്ക് ഈ പല കാറ്റഗറീസ് ഉണ്ട് അല്ലെ. ഇതിനകത്ത് ചിലപ്പോൾ മെമ്പേഴ്സിന്റെ പേര് ചോദിക്കും, ചിലപ്പം നോട്ട് എ മെമ്പർ എന്ന് ചോദിക്കും. ഓക്കെ, ഈ നോട്ട് എ മെമ്പർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഓരോ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അറിയാമെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ മെമ്പേഴ്സ് അല്ലാത്തവരെ പെട്ടെന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഹു among the following poets is not a member of the pylon poets? ഓഡൻ, സ്പെൻഡർ, മാഗ്നീസ്, ഡിലൻ തോമസ്. ഓക്കെ, ഡിലൻ തോമസ് ആണ് ഇതിനകത്ത് പൈലോൺ ഗ്രൂപ്പിലെ മെമ്പർ അല്ലാത്തത്. ബാക്കി എല്ലാവരും ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ്സ് പഠിക്കുമ്പോൾ ഇത് മാത്രം പോരാ, നമുക്ക് കുറേ ഗ്രൂപ്പ്സ് പഠിക്കണം. എന്നാൽ ചില ഗ്രൂപ്പ്സിനൊക്കെ ഡ്യുവൽ നെയിംസ് ഒക്കെ കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഓഡന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പിങ്ക് പോയിറ്റ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത് അല്ലെ. പക്ഷെ ഇവര് തന്നെ വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, 30s പോയിറ്റ്സ് അല്ലെ. പോയിറ്റ്സ് ഓഫ് 30s അല്ലെങ്കിൽ 30സിന്റെ പോയിറ്റ്സ് എന്ന് ഇവർ അറിയപ്പെടാറുണ്ട്. ആ 30കളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്ന പോയിറ്റ്സ്. പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ ഒന്ന് അറിഞ്ഞു വെക്കണം അല്ലെ. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. പിന്നെ പോയിറ്റ്സ് കാറ്റഗറിയിൽ പഠിക്കേണ്ട വേറെ ഗ്രൂപ്പ് ഏതാ? വാർ പോയിറ്റ്സിനെ അറിയണം അല്ലെ. വാർ പോയിറ്റ്സ് ഉണ്ട്, അവരുടെ പേര് ഒന്ന് തിരിച്ചറിയണം. പിന്നെ നമുക്ക് വരുന്ന അടുത്ത കാറ്റഗറി ഏതാ? ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ എന്താണ് പറയാ, കാവലിയർ പോയിറ്റ്സ് ഉണ്ട് അല്ലെ. കാവലിയർ പോയിറ്റ്സിനെ അറിയണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാറ്റഗറി നേച്ചർ പോയിറ്റ്സ് അല്ലെ. നേച്ചറിന് വേണ്ടി കവിതകൾ എഴുതുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിറ്റ്സ് ഉണ്ടായിരുന്നു, അവരെ ഒന്ന് തിരിച്ചറിയണം.
പിന്നെ നമുക്ക് വേണ്ട കാറ്റഗറി ഏതായിരിക്കും? നേച്ചർ പോയിറ്റ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഏതാ? എല്ലാ കാറ്റഗറിയും ചെക്ക് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ കാറ്റഗറിയിലെ പോയിറ്റ്സും അത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് നേടിയെടുത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എല്ലാ പോയിറ്റ്സിനെയും നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് വരേണ്ടത് പിങ്ക് പോയിറ്റ്സ് ആയി, മെറ്റാഫിസിക്കൽ ആയി, വോർ ആയി, കവലിയർ ആയി, നേച്ചർ പോയിറ്റ്സ് ആയി. ഇവരൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ. പിന്നെ നമുക്ക് കാറ്റഗറീസ് തിരിച്ച് അല്ലെ, ഓരോ ഗ്രൂപ്പിലും വരുന്നവരുടെ പേര് പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആ. പിന്നെ ഗ്രൂപ്പ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ നമ്മൾ കളയരുത് അല്ലെ. ഇപ്പം യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഉണ്ടല്ലോ, അപ്പം യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ വരാൻ സാധ്യതയുള്ളവർ ഇവരല്ലെങ്കിൽ എന്തിന്റെ ക്രൈറ്റീരിയയിലാണ് ഇവർ നമ്മളെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ് എന്നുള്ളതായിരുന്നല്ലോ അതിന്റെ ഒരു കാറ്റഗറി അല്ലെ. ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വരാത്ത ഒരാളിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കിഡാണ് അല്ലെ, തോമസ് കിഡ് ആണ്. തോമസ് കിഡ് ഓക്സ്ഫോർഡിലും പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ കേംബ്രിഡ്ജിലും പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീനിയസിന്റെ പേരിലാണ് നമ്മൾ അദ്ദേഹത്തിനെ യൂണിവേഴ്സിറ്റി വിറ്റ് ആയിട്ട് സെലക്ട് ചെയ്തത് അല്ലെ. പിന്നെ ഇതുപോലെയുള്ള കാറ്റഗറീസ്, പെൻ നെയിംസ് വേണം. അതുപോലെ തന്നെ ഇപ്പം ചില ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യുന്ന ചില ജോണേഴ്സ് ഉണ്ടാവും. ഇപ്പം സാമുവൽ റിച്ചാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പിസ്റ്റോളറി നോവൽ അദ്ദേഹമാണ് അതിന്റെ ഒരു എന്താണ് ഒരു എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുമ്പോൾ തന്നെ പമേലയും ക്ലാരിസയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ പഠിക്കണം. പിന്നെ പൊതുവെ ഇപ്പൊ സെറ്റിന് കാണുന്നത് സിലബസിന് പുറത്തുനിന്ന് എന്തെങ്കിലും വന്നാലും അതിങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ജനറൽ ആയിട്ട് നമ്മൾ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് അറിഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, പിന്നെ സ്പെൻഡർ, മാഗ്നീസ്, ഓഡൻ, ഡിലൻ തോമസ്. ഒരുപാട് PYQ ചെയ്യുമ്പം നമുക്ക് ടൈം കിട്ടുമോ എന്ന് അറിയത്തില്ല. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഓരോരുത്തരെയും ഒന്ന് റെഫർ ചെയ്ത് പോകാൻ ശ്രമിക്കണം. ഇപ്പൊ നമുക്ക് AI ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉത്തരങ്ങൾ നമ്മളുടെ വിരൽ തുമ്പിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വർക്ക് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ. അപ്പൊ മനസ്സിലായല്ലോ, ഏതെങ്കിലും കവിത തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ വരികളും അവസാനത്തെ വരികളും ഒക്കെ ഒന്ന് നോക്കണം. പ്രൊലോഗോ എപ്പിലോഗോ ഒക്കെ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രെസ് ചെയ്തോണം, ചോദ്യം ഉറപ്പാണ്. ഓക്കെ, നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്ക് കളഞ്ഞിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ, ദ ലൈൻ തിങ്സ് fall apart, the center cannot hold, occurs in the poem Easter 1916, the second coming among school children under Ben Bulben. Okay, the line things fall apart, the center cannot hold. Okay, occurs in the poem. ഏത് കവിതയിലാണ് ഈ അനശ്വരമായിട്ടുള്ള വരികൾ എക്സിസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അനശ്വരം എന്ന് പറയുന്നത്? എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് തിങ്സ് fall apart അല്ലെ. ഈ ലൈൻസ് ഒക്കെ എപ്പോഴും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പൊതുവെ നമ്മളിപ്പോൾ ഒരു ഒറേഷൻ, ഒരു പ്രസംഗത്തിലാണെന്ന് വിചാരിക്കുക, പലപ്പോഴും ഇംഗ്ലീഷ് കവികളും മലയാളത്തിലെ കവികളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല വരികൾ ഉണ്ടാവും. ഈ വരികൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ നാവിന്റെ തുമ്പിലെത്താറുണ്ട് അല്ലെ. കാരണം ആ ഒരു വരികൾ അവർക്ക് ശേഷവും ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിലൂടെയൊക്കെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് അല്ലെ. നമ്മളുടെയൊക്കെ തന്നെ സാധാരണ സംസാരങ്ങളിൽ ആ വരികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ആ എഴുത്തുകാരന്റെ ആ കാലഘട്ടത്തിനെയും ഓർക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു റിമാർക്കാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈസ്റ്റർ 1916 ഉണ്ട്, സെക്കൻഡ് കമ്മിങ് ഉണ്ട്, എമംഗ് സ്കൂൾ ചിൽഡ്രൻ ഉണ്ട്, അണ്ടർ ബെൻ ബൾബൻ ഉണ്ട്. ഇത് സെക്കൻഡ് കമ്മിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആരുടെ സെക്കൻഡ് കമ്മിങ് ആണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസിന്റെ ഒരു സെക്കൻഡ് കമ്മിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഡിവൈൻ കംബാക്ക് ഉണ്ടാവും. ആ ഡിവൈൻ കംബാക്കിലൂടെ, ആ ഒരു കമ്മിങ്ങിലൂടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈബിളിന്റെ നല്ല രീതിയിലുള്ള റെഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബിബ്ലിക്കൽ അല്യൂഷൻസും റെഫറൻസും ഈ ഒരു കവിതയിൽ വളരെ കൂടുതലാണ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പൊതുവെ ഈഡ്സ് കവിതകളെ കുറിച്ച് കുട്ടികൾ പറയാറുണ്ട് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷേ സെക്കൻഡ് കമ്മിങ്ങിനകത്തൊന്നും അത്രയും അങ്ങോട്ട് റെഫർ ചെയ്യാൻ പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ ഈ സീരീസിൽ വരുന്ന ബാക്കിയുള്ള പോംസും കൂടെ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എസ്പെഷ്യലി ഈഡ്സിനെ കുറിച്ച് നോക്കുക കേട്ടോ, WB ഈഡ്സിനെ കുറിച്ച് നോക്കുക. കാരണം ഈഡ്സിന് അത്രയും വലിയ ഐഡിയാസ് ഉള്ള ഒരു റൈറ്റർ തന്നെയായിരുന്നു. പിന്നെ ഈഡ്സിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം കെൽറ്റിക് റിവൈവൽ അല്ലെ, കെൽറ്റിക് റിവൈവലിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അത് ഈഡ്സിലേക്ക് കണക്ട് ചെയ്യപ്പെടാറുണ്ട്. ഐറിഷ് ലിറ്ററി റിവൈവൽ, ഐറിഷ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഐറിഷ് ലിറ്ററി റിവൈവൽ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈഡ്സിൽ നിന്ന് സാധ്യതയുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെക്ക് ചെയ്യാം, ഈ ഒരു സീരീസിൽ തന്നെ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്,
Which of the following plays of Christopher Fry is a retelling of a tale by Petronius? Okay, ഈ റീടെല്ലിങ്സിന് ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഒരാൾ പറയുന്നതിനെ വേറൊരാൾ റീടെൽ ചെയ്യാറുണ്ട്, അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഹാംലെറ്റ് അല്ലെ, വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും വലിയ ഡ്രാമ അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രാജഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാംലെറ്റ് ആണ്. ലെങ്തി ആയിട്ടുള്ള ട്രാജഡി കൂടെയാണ്. ഓക്കെ, ഈ ട്രാജഡി തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്യുകയും റീടെൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടോമസ് സ്റ്റോപ്പാഡ്, ഓക്കെ, മോഡേൺ പോയിറ്റ് ആണ്, ഡ്രാമാറ്റിസ്റ്റ് ആണ്. സ്റ്റോപ്പാഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിലെ ഹാംലെറ്റിനകത്തിലെ റോസൻക്രാൻസ് എന്നും ഗിൽസ്റ്റേൺ എന്നും പറയുന്ന രണ്ട് ഫൂൾസ് ഉണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഓഫ് ഹാംലെറ്റ് എന്നാണ് അവരെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇവരെ രണ്ടുപേരെ മെയിൻ ക്യാരക്ടേഴ്സ് ആക്കി വെച്ചു. മറ്റേ ഡ്രാമയില് ഇവർ രണ്ടുപേരും മൈനർ ക്യാരക്ടേഴ്സാണ്, വലിയ റോളൊന്നുമില്ല, ചെറിയ റോളുകൾ ചെയ്തിട്ട് അവർ കടന്നു പോകുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവരെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വെച്ചിട്ട് ഡ്രാമ ചെയ്യാനായിട്ട് സ്റ്റോപ്പാഡ് തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ, ഇനി അതുപോലെ തന്നെ പറയാനാണെങ്കിൽ നമ്മുടെ TS എലിയറ്റ് ഉണ്ടല്ലോ, തോമസ് സ്റ്റേൺ എലിയറ്റ് അല്ലെ. തോമസ് സ്റ്റേൺസ് എലിയറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു എസ്സേ അല്ലെ, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്നുള്ള ഒരു എസ്സേ കൊണ്ടുവന്നു. അതിനകത്ത് ഹാംലെറ്റിന് ഉണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫ്ലോസ് എന്തൊക്കെയാണ്, FLAWS ഫ്ലോസ്, ഇറേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഇറർ ആയിരുന്നു എന്നൊക്കെ ചെക്ക് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത് റീടെല്ലിംഗ് എന്നുള്ള ഒറ്റ വാക്കിൽ നിന്ന് അല്ലെ. അപ്പൊ ലിറ്ററേച്ചറിൽ ഒരുപാട് റീടെല്ലിങ്സ് വരാറുണ്ട്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് പ്ലേസ് ഓഫ് ക്രിസ്റ്റഫർ ഫ്രൈ is a retelling of a tale by Petronius? The Firstborn, Thor with the Angels, The Phoenix Too Frequent, അതുപോലെ തന്നെ The Boy with a Card. ഓക്കെ, എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇതിനകത്ത് പെട്രോണിയസിന്റെ ടെയിലിന്റെ റീടെല്ലിംഗ് ആയിട്ട് വരുന്ന ക്രിസ്റ്റഫർ ഫ്രൈയുടെ പ്ലേ ഏതാണ്? ഫസ്റ്റ് ബോൺ ആണോ, തോർ വിത്ത് ഏഞ്ചൽസ് ആണോ, അതോ ഫോണിക്സ് ടു ഫ്രീക്വന്റ് ആണോ, ദ ബോയ് വിത്ത് എ കാർട്ട് ആണോ? ഫോണിക്സ് ടു ഫ്രീക്വന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഫോണിക്സ് ടു ഫ്രീക്വന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അതും കൂടെ ചെക്ക് ചെയ്ത് വെക്കുക കേട്ടോ, നമുക്ക് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ കാര്യങ്ങളെല്ലാം കോറിലേറ്റ് ചെയ്ത് പഠിക്കണേ കേട്ടോ. ഇപ്പൊ ഫ്രൈ ഉറപ്പായിട്ടും വരും, നമ്മുടെ സിലബസിൽ ഉണ്ട്. ക്രിസ്റ്റഫർ ഫ്രൈയെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏരിയ തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഫ്രൈയുടെ ഡ്രാമാസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഡ്രാമ കാറ്റഗറീസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. നമ്മളപ്പോൾ അതിനെ എന്തായാലും അറേഞ്ച് ചെയ്ത് പഠിക്കണം. പിന്നെ ഇപ്പം ഏരിയ തിരിച്ചു തന്നെ പഠിക്കാം. പോയിട്രി ഒന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യണം എല്ലാ കവിതയും വന്നിട്ടുണ്ടോ, റെപ്രസെന്റേറ്റീവ് പോയിറ്റ്സിനെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അല്ലെ. പിന്നെ നോവൽസ് എടുക്കുമ്പോൾ നോവലിസ്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. പോംസ് എടുക്കുമ്പോഴും നോവല്, പിന്നെ ഡ്രാമ വരുമ്പം ഡ്രാമാറ്റിസ്റ്റുകളെ ചെക്ക് ചെയ്യുക. പിന്നെ സാമുവൽ പെപ്പീസിനെയൊക്കെ പോലെയുള്ള കുറച്ച് ഡയറിസ്റ്റുകൾ ഉണ്ട്, ഡയറീസ് എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഡയറീസ് വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ള ഡയറിയാണ് നമ്മുടെ സാമുവൽ പെപ്പീസിന്റെ ഡയറി അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ലിറ്ററേച്ചറിന്റെ ഒരു തെറോ ഒബ്സർവർ അല്ലെങ്കിൽ റീഡർ ആയതിനു ശേഷം മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനോട് മല്ലിടാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ. അത്രയും സൂക്ഷ്മതയോടുകൂടി തന്നെ വരുന്ന ചോദ്യങ്ങളാണ് ഓരോന്നിലും ഉള്ളത്. ഇപ്പൊ പഴയ സെറ്റിന്റെ ചോദ്യ പേപ്പറും ഇപ്പോഴത്തെയും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയപ്പെടുത്താൻ പറയുമല്ല, എങ്കിൽ പോലും ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. കാരണം ഒത്തിരി പേര് ഇപ്പൊ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്തവരാണ് അല്ലെ. അപ്പൊ ഇനി നമുക്കൊരു വലിയ ഗ്രൂപ്പും കൂടെ അതിനകത്തോട്ട് വരട്ടെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കുറച്ച് ഫ്യൂ നമ്പേഴ്സിനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും കൂടുതൽ ഏരിയാസിൽ നോളജ് ഉള്ളവർക്കായിരിക്കും ആ ഒരു സീറ്റ്സ് അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു എൻട്രി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 10 ചോദ്യങ്ങളെ എത്തിയിട്ടുള്ളൂ. ഇനിയും റിമൈനിങ് ക്വസ്റ്റ്യൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ അപ്കമിങ് വീഡിയോസിലായിട്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു 10 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.